ലേണിംഗ് മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇലക്ട്രിസിറ്റി സർക്യൂട്ട്സ് ആൻഡ് കമ്പോണൻസ് എന്ന് പറയുന്ന നമ്മുടെ അടിപൊളി ചാപ്റ്ററിൽ നിന്നുമുള്ള ഒരു സൂപ്പർ ക്വസ്റ്റ്യനുമായിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചോദിക്കാതെ ഒരു എക്സാം നമുക്ക് കടന്നു പോയിട്ടില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ആണ്? അതായത് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അത് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നോക്കൂ, ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? കുറച്ച് കമ്പോണൻസ് തന്നിട്ടുണ്ട് അല്ലേ? എന്തെല്ലാമാണ് നമുക്ക് തന്നിട്ടുള്ളത്? ബൾബ് ഉണ്ട്, സെല്ലുണ്ട്, വയറുണ്ട്, സ്വിച്ച് ഉണ്ട്, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട്, അതായത് ഒരു അടഞ്ഞ സർക്യൂട്ട്. വാട്ട് ഈസ് ക്ലോസ്ഡ് സർക്യൂട്ട്? ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആണെന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? അതായത് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ ആ ബൾബ് എന്താകൂടാ? ഗ്ലോ ചെയ്യും. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കംപ്ലീറ്റ് വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഓരോ കമ്പോണൻസിനും സിമ്പിൾസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചതാണ്. സോ നമുക്ക് സിമ്പിൾസ് പരിചയപ്പെടാം. നമുക്കറിയാം ബൾബിന്റെ സിമ്പിൾ ഇതാ ഇതുപോലെയാണ് അല്ലെ? ഇതുപോലെയാണ്. സെല്ലിന്റെ ആണെങ്കിൽ ഒരു വലിയ ലൈനും ചെറിയ ലൈനും മാത്രം. വലിയ ലൈൻ പോസിറ്റീവിനെയാണ്, ചെറിയ ലൈൻ നെഗറ്റീവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വയർ ആണെങ്കിൽ ഇതാ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതി. ആൻഡ് സ്വിച്ച് ആണെങ്കിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ് അല്ലേ? അതായത് അടഞ്ഞ സർക്യൂട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതാണ് സ്വിച്ചിൻ്റെത്. ക്ലോസ്ഡ് ആകുമ്പോൾ ഇതിങ്ങനെ ക്ലോസ് ആക്കി കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇവിടെ നമുക്ക് വരയ്ക്കേണ്ട രീതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ സെല്ലിന്റെ സിമ്പിൾ കൊടുക്കണം അല്ലെ? അതായത് നമ്മൾ ഈ കമ്പോണൻസിന്റെ ഒക്കെ യോജിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. പക്ഷേ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സർക്യൂട്ട് വരയ്ക്കേണ്ടത്. സോ ഇവ ഓരോന്നിന്റെയും സിമ്പിൾസ് നമുക്ക് ഉപയോഗിക്കാം. ഫസ്റ്റ് നമുക്ക് സെല്ല് അല്ലേ? ഒരു വലിയ ലൈൻ, ചെറിയ ലൈൻ. നെക്സ്റ്റ് നമുക്ക് സ്വിച്ചിന്റെ സിമ്പിൾ. നമുക്കറിയാം സ്വിച്ച് ഇവിടെ ക്ലോസ്ഡ് ആണ് അല്ലേ? സോ ഇതുപോലെ വരണം. നെക്സ്റ്റ് നോക്കടാ ബൾബിന്റെ സിമ്പിൾ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൾബിനെ വരച്ചു കൊടുക്കുകയാണ് അല്ലെ? ബൾബിനെ വരച്ചു കൊടുക്കുന്നു. ബൾബിനെ വരച്ചു കൊടുത്തു. ദെൻ ബാക്ക് ടു ബാറ്ററി അല്ലെ? സോ നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമുക്കറിയാം ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. അതായത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബൾബ് എന്തായിരിക്കണം? ഗ്ലോ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തെങ്കിലും സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. സോ സിമ്പിൾസ് നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. ബൾബിന്റെ സിമ്പിളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും പഠിച്ചു വെക്കുക. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ അറിയോ? ഇവിടെ നിങ്ങൾക്ക് കാണാലോ, ഈ സർക്യൂട്ട് നോക്കടാ, സ്വിച്ച് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? സ്വിച്ച് നോക്കൂ, ഇവിടെ ഇങ്ങനെ ഓഫ് ആയിട്ടുണ്ട്. പൊങ്ങിയിട്ടല്ലേ കിടക്കുന്നത്? അങ്ങനെയില്ലേ നമ്മൾ ഓഫ് ആണെന്ന് പറയാം. ഓൺ ആവുകയാണെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് അമർത്തുക അല്ലേ? അപ്പോൾ അത് ഓൺ ആകും. ഇവിടെ ഈ ഒരു നോക്കൂ, സ്വിച്ച് ഓഫ് ആണ്. ഒരു സെല്ലുണ്ട്, നമ്മുടെ കയ്യിൽ ഒരു ബൾബ് ഉണ്ട് അല്ലേ? അതായത് നമുക്ക് പറയാം ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ മീൻസ് സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫ് ആണെങ്കിൽ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ബൾബ് എന്ത് ചെയ്യില്ല? ലൈറ്റൺ ചെയ്യില്ല, ഗ്ലോ ചെയ്യില്ല. സോ നിങ്ങൾ ചെയ്യൂ, ഇതിന്റെ സിമ്പിൾ വെച്ചിട്ട് ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.